അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വാട്സപ്പിനെ എങ്ങനെ നമുക്ക് സുരക്ഷിതമായി വെക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ്. എങ്ങനെയാന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് ഫേസ് വ്ലോഗ്സ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമ്മൾക്ക് ഇന്നത്തെ ഈ സൊസൈറ്റിയിൽ നിറയെ ഹാക്കേഴ്സ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. യൂട്യൂബ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അങ്ങനെ എന്തായിക്കോട്ടെ, എല്ലാ ഹാക്കേഴ്സും വന്നിട്ട് കയറി ഇറങ്ങുകയാണ്. അപ്പൊ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതേമാതിരി അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഹാക്കേഴ്സ് നമ്മളുടെ ആപ്സ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഐഡീസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊക്കെ സെറ്റിംഗ്സ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയുന്നുണ്ടാവും. പക്ഷെ ഇപ്പോ ഈ അടുത്ത് എന്തൊക്കെ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, വാട്സപ്പിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഹാക്കേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് ഇവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, അതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? നമ്മുടെ വാട്സപ്പിനെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിലുള്ള കോണ്ടാക്ട്സ് നമ്പേഴ്സ് ആണ്. കോണ്ടാക്ട്സ് നമ്പേഴ്സ്, അതേമാതിരി തന്നെ നമ്മുടെ വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ്, വോയിസസ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവരുടെ കയ്യിൽ ടപ്പെന്ന് കിട്ടും. നമുക്ക് വിലമതിക്കാനാവാത്ത സാധനങ്ങളൊക്കെ എന്താ ചെയ്യാ? എല്ലാവരും സേഫായി സെക്യൂർ ആയി വെക്കലുണ്ട് അല്ലെ. ഇങ്ങനെ സേഫായി സെക്യൂർ ആയി വെക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സമാധാനമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ ഏത് അക്കൗണ്ട് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, എല്ലാ അക്കൗണ്ട്സും സുരക്ഷിതമായി വെക്കുക. നമ്മുടെ വാട്സപ്പിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഹാക്കേഴ്സ് ഇറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ അതിൽ നിന്നും നമ്മളുടെ വാട്സപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വാട്സപ്പ് ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ. വാട്സപ്പിനെ കുറിച്ച് ഞാൻ ഇതിനു മുൻപും കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് ട്രിക്സിനെ കുറിച്ചിട്ട്. അപ്പൊ കാണാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഇന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഹാക്കേഴ്സ് നമ്മളുടെ വീഡിയോസിന്, നമ്മളുടെ വാട്സപ്പിലിരിക്കുന്ന വീഡിയോസ്, വോയിസ് കോൾസ്, പിന്നെ നമ്മളുടെ വാട്സപ്പിലുള്ള നമ്പേഴ്സ്, ഇമേജസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവും. എല്ലാവരും നിങ്ങളുടെ വാട്സപ്പിൽ ഈ സെറ്റിംഗ്സ് മസ്റ്റ് ആയിട്ടും എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ആരെയും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഒത്തിരി വർത്താനം പറഞ്ഞ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതിനു വേണ്ടി ആദ്യം നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിംഗ്സ് ഉണ്ടാവും. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് വരിക. അതിൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇന്റർഫേസ് വരും. അതിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ താഴത്ത് എനേബിൾ കാണാം. എനേബിൾ ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ ഒരു 6 ഡിജിറ്റ് പിൻ ചോദിക്കും. അപ്പം നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു 6 ഡിജിറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും 1 2 3 4 ഒന്നും കൊടുക്കാതിരിക്കുക. ഓക്കെ, ദെൻ കൺഫേം യുവർ പിൻ വരും. സെയിം നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന, നമ്മൾക്ക് അറിയാവുന്ന പാസ്വേഡും ഒക്കെ അറിയാവുന്ന നമ്മളുടെ ഒരു ഇമെയിൽ, അതിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കൺഫേം യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് ഇമെയിൽ അഡ്രസ്സാണോ കൊടുത്തത് അതേ തന്നെ വീണ്ടും റിപ്പീറ്റായി അടിച്ചു കൊടുക്കുക. ദെൻ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് എനേബിൾ എന്ന് കാണുന്നുണ്ട്. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്. നമുക്കിനി പിൻ നമ്പർ ചേഞ്ച് ചെയ്യാം, ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാം. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ പിൻ നമ്പർ കൊടുത്തിട്ടുള്ളത് മറക്കാതിരിക്കുക, ഏതാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിൻ നമ്പർ നമ്മൾ കൊടുത്ത പിൻ നമ്പർ ചോദിക്കുന്നുണ്ട്. പിൻ നമ്പർ കൊടുക്കുക. ഓക്കെ, ഇതാ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഹാക്കേഴ്സിനൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു സ്ട്രോങ് പിൻ നമ്പറും നല്ലൊരു സ്ട്രോങ് ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് നമ്മളുടെ വാട്സപ്പിനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.